നിരവധി വാർത്തകൾ എല്ലാ പത്രങ്ങളിലുമുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കി. ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി അസാധുവാക്കിയ വാർത്തയുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടിയ വാർത്തയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് വലിയ ഗൂഢാലോചനയാണ് എന്ന വാർത്തയുണ്ട്. വിബിജി റാംജി ബിൽ, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം വരുന്ന പുതിയ പദ്ധതി നിയമമായി രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പുവെച്ചു എന്ന വാർത്ത വരുന്നു. ബംഗ്ലാദേശിലെ കലാപം തുടരുന്നു തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ ശ്രീനിവാസൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള വാർത്തകൾ ഒന്നാം പേജിൽ ഉണ്ട്. നമുക്ക് അതുപോലെ കുവൈത്തിൽ പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഇരട്ടിയാക്കി എന്ന വാർത്തയും വരുന്നു. നമുക്ക് ശ്രീനിവാസൻ്റെ വേർപാടിൻ്റെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടത്. സിനിമാ ലോകവും അതുപോലെ സാംസ്കാരിക കേരളവും എല്ലാം തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. സിനിമാ ലോകത്തെ മലയാള സിനിമയ്ക്ക് പുറമേ നിന്നുള്ളവരടക്കം എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്നലെ വീട്ടുവളപ്പിൽ നടന്നു. ആ വാർത്തയാണ് ഒന്നാം പേജിൽ തന്നെ പടത്തോടുകൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാധ്യമവും ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. സിറാജ് ആ വാർത്ത ഉൾപേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മാതൃഭൂമി ഇതിലൂടെ ഒരു പടം നൽകിയിട്ടുണ്ട്. അത് ചിതയ്ക്കൊപ്പം വെള്ളക്കടലാസും പേനയും എന്ന തലക്കെട്ടോടു കൂടിയാണ്. അതായത് ശ്രീനിവാസൻ്റെ ചിതയിൽ വയ്ക്കും നേരത്ത് ഒരു വെള്ളക്കടലാസിൽ എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ, വരട്ടെ എന്ന് എഴുതിക്കൊണ്ട് ശ്രീനി ഉപയോഗിച്ചിരുന്നൊരു പേനയും അതുപോലെ തന്നെ വെള്ളക്കടലാസിൽ സത്യനന്ദിക്കാട് എഴുതി അദ്ദേഹത്തിൻ്റെ ചിതയിൽ വയ്ക്കുകയുണ്ടായി. 2 നുള്ള പൂവുമായി വയ്ക്കുകയുണ്ടായി. അതാണ് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്ന പടം. നന്മകൾ നേർന്ന് ശ്രീനി യാത്രയായ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. നാടിൻ്റെ യാത്രാമൊഴി തുടങ്ങി ഭൗതിക ശരീരത്തിൽ ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കുന്ന അന്ത്യചുംബനം നൽകുന്ന ഭാര്യയുടെ ചിത്രമെല്ലാം മാതൃഭൂമിയുടെ ഒന്നാം പേജിലുണ്ട്. അതേസമയം മാധ്യമം ഈ വാർത്തയിൽ നൽകുമ്പോൾ പടം ഇതുതന്നെയാണ്. അന്ത്യചുംബനം നൽകുന്ന ഭാര്യയുടെ ചിത്രമാണ്. ഒപ്പം മക്കളായ വിനീതും ധ്യാനും അതുപോലെ തന്നെ ഉള്ള ആളുകൾ ചുറ്റും നിൽക്കുന്ന പടമാണ് മാധ്യമം ഒന്നാം പേജിൽ തന്നെ നൽകിയത്. നമുക്ക് പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്നലെ കേസ് നിന്നിരുന്നു. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 1200 ഏക്കർ, വലിയ വിമാനത്താവളത്തിന് പോലും 1200 ഏക്കർ മതി എന്നുള്ളപ്പോൾ എന്തിനാണ് സർക്കാർ 2570 ഏക്കർ എന്തിനെന്ന് സർക്കാർക്ക് വ്യക്തമാക്കാനായില്ല. അത്രയും ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. അത് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലി മണിമല വില്ലേജിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ കീഴിൽ നിന്നാണ് വാങ്ങിയത്. അത് എന്തിനാണ് ഇത്രയധികം സ്ഥലം എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. പ്രാഥമിക വിജ്ഞാപനം, സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. കോടതി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങൾക്കുള്ള എത്ര സ്ഥലമാണ് ഉള്ളത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുകയുണ്ടായി. ഇതിൻ്റെ പദ്ധതിയുടെ ഇതുവരെയുള്ള നാൾ വഴികളെക്കുറിച്ചെല്ലാം തന്നെ മാതൃഭൂമി ഇൻഫോഗ്രാഫിക്സായി നൽകിയിരിക്കുന്നു. വലിയ കേരളത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്. അത് 2300 ഏക്കർ സ്ഥലമാണ്. കൊച്ചിക്കാണെങ്കിൽ 1300, തിരുവനന്തപുരത്തിന് 700 ഏക്കറും കോഴിക്കോടിന് വെറും 373 ഏക്കറുമാണ് സ്ഥലമുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവള്ളി എസ്റ്റേറ്റ് 2636 ഏക്കർ സ്ഥലമുള്ള 2263 ഏക്കർ സ്ഥലമുള്ള ചെറുവള്ളി എസ്റ്റേറ്റും എരുവേലി ഒഴക്കനാട് വാർഡിലെ 307 ഏക്കർ വരുന്ന ഭൂമിയും ചേർത്ത് 2570 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. എന്തിനാണ് ശബരിമലയിലേക്ക് ഇത്രയും വലിയ വിമാനത്താവളം എന്ന ചോദ്യം സ്വാഭാവികമായും ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നതാണ്. ശബരിമലയിലേക്ക് സീസണിലാണ് ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ മാസത്തിൽ ആദ്യമാണ് ശബരിമല നട തുറക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലെ ഒരു വിമാനത്താവളത്തിന് തൊട്ടടുത്ത് കൊച്ചിയും തിരുവനന്തപുരം ഉള്ളപ്പോൾ ശബരിമലയ്ക്കും വേണ്ടി മാത്രമായിട്ടൊരു വിമാനത്താവളം പണിയുകയും അതിന് ഇത്രയും വലിയ സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്നിൽ അത്ര സുഖകരമായി ഹൈക്കോടതിക്ക് തോന്നില്ല. ഹൈക്കോടതി അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് തുടർച്ചയായ സർക്കാരിൻ്റെ ഉത്തരവിൽ നിലയിൽ ഭൂമിയുടെ അളവ് സംബന്ധിച്ച ഭാഗങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക വിജ്ഞാപനവുമാണ് റദ്ദാക്കിയത്. വിമാനത്താവളം ഏറ്റെടുക്കുന്നതിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമസ്ഥനായ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. 2013 നിയമപ്രകാരം ഒരു പദ്ധതിക്ക് ആവശ്യമുള്ള കുറഞ്ഞ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. കുറഞ്ഞ അളവ് ബെയർ മിനിമം ഭൂമി എത്രയെന്ന് നിശ്ചയിക്കാൻ വീണ്ടും സാമൂഹിക ആഘാത പഠനം നടത്തണം. പഠന സംഘത്തിൽ വിമാനത്താവള പദ്ധതിയെക്കുറിച്ച് അറിവുള്ള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തുന്ന അഭികാമ്യമാണെന്നും കോടതി പറഞ്ഞു. അങ്ങനെ സർക്കാരിന് ഇന്നലെയും ഒരു തിരിച്ചടി
ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. സർക്കാരിനും കൃത്യമായ ഉത്തരവില്ല. എന്തിനാണ് 2570 ഏക്കർ ഭൂമി ഏറ്റെടുത്തത് എന്നതിന് സർക്കാരിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. ഭാവി വികസനത്തിനാണെന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്നോ എത്ര ഭൂമി വേണമെന്നോ വിശദീകരിക്കാനായില്ല സർക്കാരിന്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി പ്രാഥമിക വിജ്ഞാപനം അസാധുവാക്കിയത്. മാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടി എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിൽ 6 മാസത്തിനിടയിൽ ഇത് 2ാം തവണയുള്ള വർധനയാണ്. ജനറൽ ടിക്കറ്റിന് 215 കിലോമീറ്റർ വരെ ചാർജിൽ വ്യത്യാസമില്ല. പക്ഷേ അതിനുശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 1 പൈസ വെച്ച് കൂടും. ഡിസംബർ 26 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. മാത്രമല്ല AC കോച്ചുകളാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്രസ് മെയിൽ തീവണ്ടികളാണ്, സൂപ്പർഫാസ്റ്റ് മെയിലോ അങ്ങനെയുള്ള തീവണ്ടികൾക്ക് 2 രൂപയാണ് കിലോമീറ്ററിന് കൂടുന്നത്. പെർ കിലോമീറ്റർ 2 പൈസ, ക്ഷമിക്കണം, 2 പൈസ വെച്ചാണ് കിലോമീറ്ററിന് കൂടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഡൽഹി വരെ 3000 കിലോമീറ്റർ ഉണ്ട്. അതിന് യാത്രയ്ക്ക് മെയിൽ, എക്സ്പ്രസ്, AC, നോൺ AC കോച്ചുകളിൽ 60 രൂപ അധികം നൽകേണ്ടി വരും. പുതിയ നിരക്ക് വർധനയിൽ ഓരോ 500 കിലോമീറ്റർ ദൂരം താണ്ടുന്നതിനും 10 രൂപ അധികം നൽകേണ്ടി വരും. ഇങ്ങനെയാണ് പുതിയ ഘടന. ഇതിലൂടെ 600 കോടി രൂപയുടെ അധിക വരുമാനമുണ്ടാക്കാമെന്നാണ് റെയിൽവേ കണക്ക് കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 60 രൂപ കൂടും. പക്ഷേ 500 കിലോമീറ്ററിനപ്പുറം വരുമ്പോൾ വീണ്ടും 10 രൂപ വെച്ച് കൂടുന്നതുകൊണ്ടാണ് ഇത്രയും ഭേദം. പാസഞ്ചർ തീവണ്ടികൾ ജനറൽ ടിക്കറ്റിൽ 215 കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്നതിന് നിരക്ക് വർധന ബാധകമല്ല. 215 കിലോമീറ്ററിലും കൂടുതലായി ജനറൽ ടിക്കറ്റിന് ഓരോ പൈസ തോതിൽ കിലോമീറ്ററിന് കൂടുതൽ ഈടാക്കും. ഇതാണ് പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിന് 1 മാസം മുൻപുള്ളപ്പോഴാണ് തിരക്കിട്ടുള്ള 2ാം വർധന. അതായത് ഫെബ്രുവരിയിലാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ബജറ്റ് സമ്മേളനത്തിലാണ് പുതിയ നിരക്കുകളെല്ലാം തന്നെ റെയിൽവേ ബജറ്റും യൂണിയൻ ബജറ്റും ഒരുമിച്ചാണല്ലോ, അതിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യാറ്. റെയിൽ ബജറ്റ് ഉണ്ടാകണം. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലൊരു യാത്രാ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. യാത്രാ നിരക്ക് 2ാം തവണയാണ് കൂട്ടുന്നതെന്ന വാർത്തയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നത്. സിറാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശബരിമല യിൽ നടന്നത് വൻ ഗൂഢാലോചനയാണ് എന്ന വാർത്തയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഇതിൽ പിടിയിലായ സ്മാർട്ട് ക്രിയേഷൻ CEOയും അതുപോലെ തന്നെ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഇവർ എല്ലാം ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി എന്ന കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. ഇവർ സ്പോൺസർമാരാണ്, അല്ലെങ്കിൽ വലിയ തോതിൽ ശബരിമലയിലേക്ക് സംഭാവനകൾ നൽകുന്നവരാണ് എന്നത് ജീവനക്കാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. ഗോവർദ്ധൻ ഈ സ്വർണം വാങ്ങിയത് ഇത് ശബരിമലയിലെ നിന്ന് തട്ടിച്ചെടുത്ത സ്വർണമാണ് എന്ന വ്യക്തമായ അറിവോടുകൂടിയായിരുന്നു. അദ്ദേഹം 1.5 കോടി രൂപ 1.5 കോടി രൂപ ഇതിന് പ്രതിഫലമായി സ്പോൺസർഷിപ്പായി പോറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇത് സ്വർണം വാങ്ങി ശബരിമലയുടെ സ്വർണ്ണമാണല്ലോ ഊറ്റി വാങ്ങിയത് എന്ന ഇതിൻ്റെ മാനസിക വിഷമം തനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായി 20 ലക്ഷത്തിന് അന്നദാനം നടത്താൻ പോറ്റി തന്നോട് ഉപദേശിച്ചിരുന്നു എന്നെല്ലാം, അത് അനുസരിച്ച് 20 ലക്ഷം നൽകി എന്നെല്ലാം ഗോവർദ്ധനൻ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികളെല്ലാം ഉൾപ്പെടുന്നതാണ് ഇവരുടെ റിമാൻഡ് റിപ്പോർട്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത് ഗുരുതരമായ ഗൂഢാലോചന, വലിയ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്ന വാർത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വാർത്തയാണ് 1ാം പേജിൽ തന്നെ സിറാജ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണനും ഇത് അതുമാത്രവുമല്ല, വൻകിട ആളുകളിലേക്ക്, വലിയ ആളുകളിലേക്ക് അന്വേഷണം SIT നീട്ടുന്നു എന്ന വാർത്തയും ഇതിനടക്കം വരുന്നു. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. സിംഗിൾ ബെഞ്ചാണ് ഹർജി, ഇവരുടെ ജാമ്യ ഹർജി, മുരാരി ബാബു അടക്കമുള്ളവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതിയാണ് ആ ഒരു ചോദ്യം ഉന്നയിച്ചത്, ആ വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ വിമർശനത്തിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിലേക്ക്, ഉന്നതരിലേക്ക് അന്വേഷണം നീട്ടാൻ SIT തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ട്രെയിൻ ടിക്കറ്റ് നിരക്ക് കൂട്ടിയെന്ന സാധനം 1ാം പേജിൽ തന്നെ ഒരു ബോക്സ് വാർത്തയായി സിറാജ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ കലാപം തുടരുന്നു എന്നതാണ് സിറാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ബംഗ്ലാദേശിൽ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം അത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. സർക്കാർ വിരുദ്ധ സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷരീഫ് ഉസ്മാൻ ഹാദിയെ കൊലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അദ്ദേഹത്തിന് വെടിയേറ്റ് മുതൽ വീണ്ടും ബംഗ്ലാദേശിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇന്ത്യ ശക്തനായ ഒരു ഇന്ത്യ വിരുദ്ധൻ കൂടിയായിരുന്നു ഷരീഫ്.
ആ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാർക്കെതിരെയും വ്യാപക തരത്തിലുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ആൾക്കൂട്ട കൊലപാതകം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതുപോലെ തന്നെ ദീപു ചന്ദ്രദാസ് അദ്ദേഹത്തിനെയാണ് ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായത്. അത് മാത്രമല്ല ഇന്ത്യയുടെ വിസ ചിറ്റഗോങ്ങിലുള്ള ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻ്ററുകളിലെ എല്ലാം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള കലാപം നടക്കുന്നു. പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്നു. കഴിഞ്ഞ ദിവസം BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ BNPയുടെ ഒരു നേതാവിൻ്റെ വീടിന് അക്രമികൾ തീയിട്ടു. അതിലൊരു 7 വയസ്സുകാരി ആ നേതാവിൻ്റെ മകൾ 7 വയസ്സുകാരി വെന്തു മരിച്ചു. നേതാവിനും 2 മക്കൾക്കും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ വീട് പുറമേ നിന്ന് പൂട്ടിയിട്ടാണ് കലാപകാരികൾ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. ഇത്തരത്തിലുള്ള വ്യാപകമായ അക്രമങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്ത്യൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അംബാസഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിലുള്ള ഇന്ത്യൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുമെല്ലാം വലിയ തോതിലുള്ള ആക്രമണം അവിടെ തുടരുന്നു. ഈ വാർത്തയാണ് സിറാജ് ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. ഒപ്പം അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന SIRുമായി ബന്ധപ്പെട്ട വാർത്ത സിറാജ് കൃത്യമായി അത് ഫോളോ ചെയ്യുന്ന ഒരു പത്രം കൂടിയാണ്. SIRൽ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പേര് ചേർക്കാനുള്ള അവസരം വരുന്നു. ജനുവരി 22 വരെ അപേക്ഷ നൽകാം എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് തീവ്ര വോട്ടർ പരിഷ്കരണത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കവർക്ക് ഏതാണ്ട് 24 ലക്ഷത്തിലധികം ഉണ്ട്. 24.08 ലക്ഷം പേരുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ. അപ്പോൾ ഇവരിൽ പലരുടെയും BLOമാർ വാടകയ്ക്കെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തിയിട്ട് സ്ഥലത്തില്ല എന്നെല്ലാം കണ്ടെത്താൻ ആ സമയത്ത് അവർ ചെല്ലുമ്പോൾ ഇല്ലാത്ത ആൾക്കാരെ കണ്ടെത്താനായില്ല എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് പലരും വിട്ടിട്ടുണ്ട് എന്ന ആരോപണങ്ങളുണ്ട്. അത്തരത്തിലുള്ളവർക്കെല്ലാം തന്നെ അങ്ങനെ ഈ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്കെല്ലാം തിരികെ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വരുന്നത്. ജനുവരി 22 വരെ ഈ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പേര് ചേർക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്ന. സമയം നീട്ടി നൽകിയിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ ഒരു പദ്ധതിയും അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് പുതിയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് ലോക്സഭയും രാജ്യസഭയും അത് പാസ്സാക്കിയത്. ഇന്നലെ ഗവർണർ ആ ബില്ലിൽ ഒപ്പിട്ട് അത് നിയമമാക്കി. വളരെ വേഗത്തിലാണ് ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയായത്. VBG റാം ജി അതാണ് പുതിയ ബില്ലിൻ്റെ പേര്. ഇത് പ്രകാരം നേരത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം ആയിരുന്നുവെങ്കിൽ അത് ഞങ്ങൾ 125 ദിവസമാക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് സർക്കാർ ഈ പുതിയ ബില്ലിലൂടെ കൊണ്ടുവരുന്നത്. പക്ഷേ 125 ദിനങ്ങളാക്കുമ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമേ തൊഴിലുണ്ടാകൂ. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം 10% എന്നതിൽ നിന്ന് 40% ഉയർത്തി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബാധ്യത വരുത്തുന്നതാണ്, സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ് ഇത് തുടങ്ങിയ വസ്തുതകൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. അപ്പോൾ ഇത് ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പാണ് ഇന്നലെ ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം കേന്ദ്രമന്ത്രി ഒരു വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു. രാജ്യത്ത് ഇതിൻ്റെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നൊരു ആരോപണം അദ്ദേഹം വീഡിയോയിലൂടെ ഉന്നയിച്ചിരുന്നു. അതെല്ലാം ചേർത്ത് ഇതിലൂടെ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ്. രാജ്യത്ത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ പ്രതിഷേധം ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. അതിനെതിരെയാണ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇന്നലെ പി ചിദംബരവും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ പി ചിദംബരവും നാഷണൽ ഹെറാൾഡ് കേസിലും അതുപോലെ തന്നെ VBG റാംജി നിയമം മുമ്പ് ബില്ല് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനും അതിലുള്ള പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാനുമായി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ വീഡിയോ സന്ദേശം വന്നത്. അതിന് പിന്നാലെ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുകയും ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത്. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ കുവൈത്തിൽ പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് ഇരട്ടിയാക്കി എന്ന വാർത്ത അതിപ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. വാർഷിക ഫീസ് ഇരട്ടിയാക്കിയത് ഉൾപ്പെടെ കുവൈത്തിൽ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഇത് ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരും. ഏകദേശം നിലവിലെ കുവൈത്ത് 50 ദിനാർ ആണ് നിലവിലുള്ളത്. അതായത് 14,534 രൂപയാണ് ഉള്ളത്. അത് 100 ദിനാറാക്കി ഇരട്ടിയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് 29,068 രൂപയാണ് ഇനി മുതൽ ഇൻഷുറൻസിൻ്റെ
ഫീസ്. പുതുതായി താമസാനുമതി ലഭിക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് നിരക്ക് വർധന ബാധകമാണ്. സർക്കാർ സ്വകാര്യ ആരോഗ്യ പരിരക്ഷയോ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് പ്രവേശന വിസ അനുവദിക്കില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇങ്ങനെ പോകുന്നു ആ വാർത്ത. ചില വിഭാഗങ്ങൾക്ക് നിരക്ക് 10 ദിനാറാക്കി ഏകദേശം 29,906 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. കർഷക മത്സ്യത്തൊഴിലാളികൾ, ഒട്ടകത്തെയും ചെമ്മരിയാടിനെയും മേയ്ക്കുന്നവർ, ക്ഷീര കമ്പനികളിലെ ജീവനക്കാർ എന്നിവർക്കെല്ലാം ഈ നിരക്ക് നൽകിയാൽ മതി. അങ്ങനെ പലതരത്തിലുള്ള നിരക്ക് ആണ് ഉള്ളത്. സ്വകാര്യ നിക്ഷേപകർക്ക്, സ്വന്തം സ്പോൺസർഷിപ്പിലെത്തുന്നവർ, വിദ്യാർത്ഥികൾ, കുടുംബ വിസയിലെത്തുന്നവർ തുടങ്ങി 10 വിഭാഗങ്ങൾക്കാണ് 100 ദിനാർ ഫീസ് അടയ്ക്കണം. ഗാർഹിക തൊഴിലാളികളെയും സമാന വിഭാഗങ്ങളെയും ഇൻഷുറൻസ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഫീസിനത്തിൽ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗൾഫ് പേജിൽ ആണ് ദുബൈയിലെ 2 പാലങ്ങൾ കൂടി തുറന്നു എന്നത്. അതായത് ഗതാഗത രംഗത്ത് വികസന കുതിപ്പിന് തുടരുന്നു എന്ന് പറയുന്നത്. ട്രേഡ് സെൻറ്ററിന് സമീപത്തുള്ള 5 ഓവർ ബ്രിഡ്ജുകളാണ് വരേണ്ടത്. റൗണ്ട് ബോട്ടുകളിലെ എക്സിറ്റുകളാണ് ഉള്ളത്. 2 പാലങ്ങളുടെ നിർമ്മാണം, റൗണ്ട് ബോട്ടിലെ 2 നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുത്തു. ബാക്കിയുള്ളവ പുതുവർഷത്തിൽ ജനുവരിയോടുകൂടി തന്നെ തുറന്നു കൊടുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ യാത്രാ സമയം 10 മിനിറ്റിൽ നിന്ന് 2 മിനിറ്റായി കുറയും എന്നതാണ് വാർത്ത. അതുപോലെ തന്നെ ശ്രീനിവാസൻ്റെ നിര്യാണത്തിൽ വിവിധ സംഘടനകൾ അനുശോചിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. ഷാർജയിലെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ അടിയന്തര സംവിധാനം ഒരുക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ച വാർത്തയുണ്ട്. ഇതിനായി സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഡ്രൈനേജ് ശൃംഖലകൾ, മഴവെള്ള സംഭരണികൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി വിവിധ സാങ്കേതിക വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റിയുടെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന വിഭാഗം ഉന്നത സമിതി അംഗം ഹാമിദ് അൽ ഖൈദ് പറഞ്ഞു എന്ന വാർത്ത മാതൃഭൂമി ഉൾപേജിൽ നൽകിയിരിക്കുന്നു. ഹത്ത ഫെസ്റ്റിവലിൽ ദുബൈയുടെ കലാസൃഷ്ടികളും ഉണ്ട് എന്ന വാർത്തയും ഒരു ലൈറ്റ് സ്റ്റോറിയായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകിയ ദുബൈ പോലീസിൻ്റെ നടപടി സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. മാതൃഭൂമിയുടെ ഉൾപേജിൽ ഇതാണ് എങ്കിൽ മാധ്യമത്തിൽ ഉള്ളത് യുഎഇയിൽ ഓൺലൈൻ ഓർഡറിൽ മുന്നിൽ ബർഗറും ബനാനയും എന്ന ഒരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം NTV ഈ സ്റ്റോറി പുറത്തുവിട്ടിരുന്നത്. അതായത് വിവിധ ഓൺലൈൻ ഡെലിവറി സ്ഥാപനങ്ങളുടെ കണക്കുകൾ പ്രകാരമാണ്, അവരിൽ നിന്ന് ലഭിച്ച ശേഖരിച്ച കണക്കുകൾ പ്രകാരമാണ് ഇന്ത്യയിൽ യുഎഇയിൽ കഴിഞ്ഞ 2025 ഈ വർഷം വിറ്റഴിച്ച 47 ദശലക്ഷം, അതായത് 4.7 കോടി ബർഗറുകളാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യപ്പെട്ടത്. തൊട്ടു പിന്നാലെ ബനാന, പഴമുണ്ട്. അതുപോലെ തന്നെ ഈവൻ ആൻറ്റി സ്നോറിങ് എക്യുപ്മെൻറ്റ്സ്, അതായത് കൂർക്കമ്പലി നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഓൺലൈനിൽ 25,000 ഓർഡർ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റ ദിവസം 1250-ലേറെ ഓർഡർ നൽകിയ ഒരു കസ്റ്റമറുണ്ട്. 4,600 രൂപയ്ക്ക് ഗ്രോസറി, 4,600 ദിർഹത്തിന് ഗ്രോസറി വാങ്ങിയ, ഒറ്റ ദിവസം ഒറ്റ പർച്ചേസിൽ ഗ്രോസറി വാങ്ങിയ കസ്റ്റമറുണ്ട്. അങ്ങനെ വിചിത്രങ്ങളും അതുപോലെ തന്നെ രസകരവുമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ആ റിപ്പോർട്ട്. അത് സംബന്ധിച്ചാണ് സിറാജിൻ്റെ ഉൾപേജിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. മധുരപാനീയങ്ങളിലെ പഞ്ചസാര അളവ് പരിശോധിക്കാൻ അബുദാബിയിൽ പുതിയ സംവിധാനം ആരംഭിച്ചു എന്നാണ്. യുഎഇയിൽ ഇത് ആദ്യമാണ്. ജനുവരി 1 മുതൽ യുഎഇയിൽ ഷുഗർ ടാക്സ് വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് മധുരപാനീയങ്ങളിലെ പഞ്ചസാര അളവ് പരിശോധിക്കാൻ അബുദാബിയിൽ പുതിയ സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നതാണ്. വിമാനയാത്രയിൽ പവർ ബാങ്കുകൾ കരുതുന്നത് ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ട് 7 നിയമങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബൈ എയർപോർട്ട് ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. ഗൾഫ് കാഴ്ച എന്ന അവരുടെ ഫീച്ചറിൽ മധ്യപൗരസ്ത്യ ദേശത്ത് 2026 സമാധാനം പ്രതീക്ഷിക്കാമോ എന്ന ഒരു തലക്കെട്ടോടു കൂടി ഒരു ലേഖനം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 3-ാം പേജിലാണ് വരുന്നത്. അതിൽ ചോദിക്കുന്നത് പശ്ചിമേഷ്യയിലെ, അതായത് ഫലസ്തീനായാലും സിറിയയായാലും അങ്ങനെയുള്ള ഭാഗത്തെല്ലാം സമാധാനം പുലരുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. മാധ്യമത്തിലെത്തുമ്പോൾ എലോൺ മസ്കുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്ത വരുന്നുണ്ട്. ഒരു പടം നൽകിയിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണം, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് ഹംദാൻ തന്നെ വെളിപ്പെടുത്തി. ആ സംബന്ധിച്ച വാർത്തയും ഇരുവരും ഹാൻഡ് ഷേക്ക് ചെയ്തുകൊണ്ടുള്ള പടവും നൽകിയിട്ടുണ്ട്. ട്രേഡ് സെൻറ്ററിലെ റൗണ്ട് ബോട്ടിലെ 2 പാലങ്ങൾ കൂടി തുറന്നു എന്ന വാർത്തയും യാത്രാ സമയം 10 നിന്ന് 2 മിനിറ്റായി കുറയും എന്ന വാർത്തയും ഇതിൽ നൽകിയിട്ടുണ്ട്. മലയിടിച്ചിലും പ്രളയം ശക്തമായ റാസൽ ഖൈമയിൽ ഒരുക്കങ്ങൾ ശക്തമാക്കി. ഡാമുകളും പ്രധാന മേഖലകളും സന്ദർശിച്ച് റാക്
പോലീസ് മേധാവി. സ്ഥലങ്ങളിലെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാമുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതാണ്. അതുപോലെ ശൈത്യകാലമായതിനാൽ ചൂടിനായി തീ കത്തിക്കുന്നതിൽ ജാഗ്രത വേണമെന്ന് പോലീസ് അറിയിച്ച വാർത്തയും മാധ്യമത്തിൻ്റെ ഗൾഫ് പേജിലുണ്ട്. ഇന്നലെയായിരുന്നു സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള സത്യപ്രതിജ്ഞ. അത് സംബന്ധിച്ചുള്ള വാർത്ത ഉൾപേജുകളിൽ എല്ലാവരും നൽകിയിട്ടുണ്ട്. പലയിടത്തും കൗതുകങ്ങളുണ്ടായി. ഒരിടത്ത് LDFിൻ്റെ കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ജയ് ഹിന്ദ് വിളിച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. ഒരിടത്ത് UDFിൻ്റെ കൗൺസിലർ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശരണം വിളിച്ചത് വാർത്തയായി. അങ്ങനെ വിവിധ കാര്യങ്ങളായ കൗതുകങ്ങളും അതുപോലെ തന്നെ വാർത്തയിൽ നിറഞ്ഞിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ ഉണ്ട്. ഇനി എഡിറ്റോറിയൽ പേജുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ മൂന്ന് എഡിറ്റോറിയലുകളാണ് എല്ലാ പത്രങ്ങളും ഇന്ന് എഡിറ്റോറിയൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ വിഷയങ്ങളിൽ എഡിറ്റോറിയൽ വരുന്നില്ല, പല വിഷയങ്ങളിലാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. അതിൽ ഏറ്റവും മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഉള്ളത് നാട്ടുഭരണത്തിന് പൊതുസമിതികൾ എന്നാണ്. അതായത് പുതുതായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ഗ്രാമസഭകളെക്കുറിച്ച്, അതായത് പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. 25.72 ലക്ഷം വോട്ടർമാർ പുറത്ത് ദുരൂഹത ബാക്കി. SIRുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയലാണ് സിറാജിൻ്റേത്. പിന്തുടരണം കർണാടകയുടെ കാൽവെപ്പ്. അതായത് കർണാടക കഴിഞ്ഞ ദിവസം വിദ്വേഷ പ്രസംഗ വിരുദ്ധ ബില്ല് അവതരിപ്പിച്ചിരുന്നു, പാസ്സാക്കി. നിയമസഭ പാസ്സാക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള എഡിറ്റോറിയലാണ് മാധ്യമം എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ തുടങ്ങാം. കർണാടക കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും സാഹോദര്യത്തെയും തകർക്കുന്ന ഒന്നാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ബില്ല് നിയമസഭ പാസ്സാക്കിയത്. അതിപ്പോൾ ഗവർണറുടെ ഒപ്പ് കിട്ടാൻ വേണ്ടി ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്, അംഗീകാരം കിട്ടാൻ വേണ്ടി നിയമമാകുന്നതിന് മുന്നായി. അപ്പോൾ അത് എല്ലായിടത്തും രാജ്യത്ത് പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നു. കേരളത്തിലടക്കം വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗം, അത് ജാതിയോ മതമോ, ആ പറയുന്ന ആളുടെ ജാതിയോ മതമോ സ്ഥാനമോ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ തന്നെ നടപടി എടുക്കാൻ പാകത്തിൽ വരുന്ന ഇത്തരം ബില്ലുകൾക്ക് എല്ലാവരും കൊണ്ടുവരണം. അതൊരു കാൽവയ്പായി, ആ കാൽവയ്പ്പിനെ പിന്തുടരുക തന്നെ വേണമെന്നാണ് മാധ്യമം എഡിറ്റോറിയലിലൂടെ എഴുതുന്നത്. കർണാടകയിൽ BJP ജനതാ സർക്കാരിൻ്റെ ഭരണകാലത്ത് വിദ്വേഷ പ്രസംഗരുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു. അതിനനുബന്ധമായി സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ ഒട്ടേറെ വർഗീയ കലാപങ്ങൾ നടന്നു. അതിനെല്ലാം തടയിടുന്നതിന് ഇത് സഹായിക്കും. അത്തരത്തിൽ ആരെങ്കിലും ഒരു വിദ്വേഷ പ്രസംഗം നടത്തി കഴിഞ്ഞാൽ, നടപടി എടുത്തു കഴിഞ്ഞാൽ അതൊരു മാതൃകയാകും. ഇത്തരത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിന് പരിധിവരെ തടയാൻ സാധിക്കുമെന്നും മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നു. ഒട്ടനവധി പുരോഗമനാത്മകമായ നയങ്ങൾ രാജ്യത്ത് ആദ്യമായി നടപ്പിൽ വരുത്തിയ സംസ്ഥാനമായ കേരളത്തിനെതിരായും ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചും ആസൂത്രിതമായ വിദ്വേഷ പ്രചാരണം സംഘപരിവാർ വാട്സപ്പ് നിലയങ്ങൾ കുറേ കാലമായി നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം വിദ്വേഷ പ്രസംഗങ്ങളുടെ നിർവചനത്തിൽ വരുന്ന തരം കുറ്റങ്ങൾ കേരളത്തിൽ ദിനം പ്രതി പെരുകി വരുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, കേരളത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ, പാലക്കാട് ആണ് ആന ഒരു തൊണ്ടയിൽ കുടുങ്ങി പൊട്ടി മരിച്ച സംഭവം ഉണ്ടായത്. അത് മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് സംഭവം ഉണ്ടായത്. അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇത്തരത്തിൽ ഒരു പ്രത്യേകതരം പ്രദേശമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിന് മേധാവിത്വം ഉള്ളതാണ് എന്ന തരത്തിൽ സംഘപരിവാർ ഹാൻഡിലുകൾ ദേശീയ തലത്തിൽ തന്നെ പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു, അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെല്ലാം ചെറുക്കാനും അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് തടയാനും എല്ലാം ഇത്തരത്തിലൊരു നിയമം വന്നു കഴിഞ്ഞാൽ സഹായിക്കും എന്നാണ് എഡിറ്റോറിയൽ മാധ്യമം പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ, ഇനി ഗ്രാമസഭകൾ, നമുക്കറിയാം വികേന്ദ്രീകരണം വന്ന ശേഷം ഏറ്റവും ശക്തമായ ഭരണസമിതി എവിടെയാണെന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലാണ്, പഞ്ചായത്തുകളിലാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ അവിടേക്ക് പുതിയ ഭരണസമിതികൾ വരികയാണ്, പുതിയ സമിതികൾ വരികയാണ്. അപ്പോൾ ആ പുതിയ സമിതികൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അവർക്ക് പലതും ചെയ്യാനുണ്ട്. അവിടെ പ്രദേശങ്ങളിലെ ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങി വിവിധങ്ങളായ സമൂഹവുമായി, താഴെത്തട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തനം
മെച്ചപ്പെട്ടതാക്കാനും അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പുതിയ ഭരണസമിതിക്ക് ആവട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു ആശംസാ രൂപത്തിലാണ് ഈ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. തന്നാലാവും വിധം ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാൻ ഈ പുതിയ പ്രതിനിധികൾക്ക് ആവട്ടെ എന്നും അതിനുള്ളൊരു ഉത്സാഹം ഇവർക്ക് ഈ പുതിയ ജനപ്രതിനിധികൾക്ക് തദ്ദേശ ജനപ്രതിനിധിക്ക് ഉണ്ടാകണമെന്നും നിർദ്ദേശിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനവിഹിത കൈമാറ്റത്തിൽ രാജ്യത്തെ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ ഏതാനും വർഷം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം. അതിന് പല കാരണങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കാശില്ലാത്തതുകൊണ്ടാണ് താഴോട്ട് വരാത്തതെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സിറാജിൻ്റെ എഡിറ്റോറിയലാകട്ടെ SIR നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനത്ത് 24 ലക്ഷത്തിലധികം പേർ പുറത്തുപോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. അവർ പറയുന്നു 25.72 ലക്ഷം വോട്ടർമാരാണ് പുറത്തായത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഈ വോട്ടർമാർ പുറത്തു പോയതെന്ന് സംബന്ധിച്ച് പരിശോധന നടത്തണമെന്നാണ് അവർ പറയുന്നത്. വാടക കെട്ടിടത്തിലെല്ലാം താമസിക്കുന്ന ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പലയിടത്തും വന്നുകൊണ്ട് സ്കൂളുകൾക്കെതിരെ എല്ലാ വീടുകളിലും പോയി ഇത് BLOമാർ നടത്തണമെന്നാണ് നിർദ്ദേശമെങ്കിൽ കൂടി പലപ്പോഴും അത് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലോ വിളിച്ചു ചേർത്തുകൊണ്ട് ഫോം വിതരണം ചെയ്യുകയും ആണ് ചെയ്തത്. മാത്രമല്ല ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പഠനം അല്ലെങ്കിൽ വേണ്ട പ്രാവീണ്യം അല്ലെങ്കിൽ സ്കില്ല് ഇവർക്ക് നൽകിയിരുന്നില്ല, ഒരു ട്രെയിനിങ് നൽകിയിരുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ആ പ്രശ്നങ്ങൾ മൂലമെല്ലാം പല വോട്ടർമാരും അർഹമായ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിമർശനം സിറാജിൻ്റെ എഡിറ്റോറിയൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇതെല്ലാം ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ട്, ബംഗാളിൽ ഈ പ്രശ്നമുണ്ട്, നമ്മൾ ബീഹാറിൽ നേരത്തെ കണ്ടതാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം 25.72 ലക്ഷം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപ്പിലാക്കരുത് എന്ന് സംസ്ഥാനത്തെ പാർട്ടികളെല്ലാം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ കൂടി അതെല്ലാം അതൊന്നും അംഗീകരിക്കാതെയാണ് SIR ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വീണ്ടും ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് സിറാജിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, Under-19 ഏഷ്യ കപ്പ് ഇന്നലെ സമാപിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയെ 191 റൺസിന് ഇന്ത്യയുടെ Under-19 ടീമിനെ പരാജയപ്പെടുത്തിയ വാർത്തയാണ് ഏറ്റവും പ്രധാനം. പാകിസ്ഥാൻ ചാമ്പ്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ ഇന്ത്യയെ തകർത്ത് 191 റൺസിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുണ്ട്. മൂന്നാം ടെസ്റ്റിൽ ഇന്നലെ ആഷസിൻ്റെ മൂന്നാം ടെസ്റ്റ് 82 റൺസിന് ഓസീസ് വിജയിച്ചു. ഓസീസ് വിജയിച്ചതോടുകൂടി ആഷസ് അവർ നിലനിർത്തി. ഇനിയും 2 ടെസ്റ്റ് ബാക്കി നിൽക്കുകയാണ് അവർ ട്രോഫി നിലനിർത്തിയത്. ഇന്നലെ ആദ്യ T20യിൽ ശ്രീലങ്കയോട് വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ വനിതാ ടീം അവരുടെ ഏകദിന ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്നലെ T20 കളിക്കാൻ ഇറങ്ങി. അതിൽ ശ്രീലങ്കയോടാണ് പരമ്പര കളിക്കുന്നത്. അതിൽ ആദ്യ മത്സരം ജമീമയുടെ മികച്ച പ്രകടനത്തോടുകൂടി 8 വിക്കറ്റിന് ഇന്ത്യ ശ്രീലങ്കയെ തകർത്തു. അതിന് തലക്കെട്ട് എഴുതിയിരിക്കുന്നത് സിറാജ് വിജയമീമ എന്നാണ്. അതിൽ ജമീമ എന്നുള്ളത് കുറച്ച് കളർ മാറ്റിക്കൊണ്ട് എഴുതിക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് ജമീമ എന്ന് വായിക്കും. അത് വിജയമീമ എന്നാണ് പൂർണ്ണമായ അതിൻ്റെ തലക്കെട്ട്. ഇതാണ് സിറാജിൻ്റെ സ്പോർട്സ് പേജിലുള്ളത്. മാതൃഭൂമിയുടെ മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിലേക്ക് വരികയാണെങ്കിൽ ഇതേ വാർത്ത, ഇന്ത്യ വനിതകളുടെ T20 മത്സരത്തിനെ റോഡ്രി ചേസ് എന്നാണ്, ജമീമ റോഡ്രിഗസ് എന്നുള്ളതിനെ റോഡ്രി ചേസ് എന്നാക്കിക്കൊണ്ട് 44 പന്തിൽ നിന്നാണ് പുറത്താകാതെ 69 റൺസ് ജമീമ അടിച്ചെടുത്തത്. ഇന്നലെ സ്മൃതി മന്ദാന ഒരു നാഴികക്കല്ലും കവർ ചെയ്തിരുന്നു. 4000 റൺസ് നേടുന്ന ആദ്യത്തെ T20യിൽ 4000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്മൃതി മന്ദാന 18 റൺസ് എടുത്തപ്പോൾ നേടിയിരുന്നു. ആ വാർത്തയുണ്ട്. ആഷസ് പരമ്പര നേടിയതിനെ ആഷസ്ട്രേലിയ എന്നാണ് മാധ്യമം തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന് കിരീടം എന്ന വാർത്ത അവർ ചെറുതായി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ ഓസ്ട്രേലിയ എന്നാണ് അവർ ആഷസ് പരമ്പര സ്വന്തമാക്കി. അതാണ് അവരുടെ ഏറ്റവും വലിയ വാർത്ത. ഒപ്പം ജയ ജമീമ എന്ന പേരിൽ ഇന്ത്യയുടെ വിജയം. അതുപോലെ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ചുള്ളത് അതിൽ സസ്പെൻസ് ഉണ്ടായിരുന്നു. ഗിൽ അവസാന മണിക്കൂറിൽ മാത്രമാണ് താൻ ടീമിലില്ല എന്ന കാര്യം അറിഞ്ഞത്. അതിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെതിരെയുള്ള വിമർശനങ്ങൾ തുടരുന്നു എന്ന വാർത്ത ശക്തമായി തന്നെ ഉണ്ട് എന്ന വാർത്ത അവർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പ 59 ഗോൾ അടിച്ചുകൊണ്ട് പിറന്നാൾ ദിനത്തിലും ഗോൾ അടിച്ചുകൊണ്ട് അദ്ദേഹം റെക്കോർഡും സ്വന്തമാക്കി. അതായത്
ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നതാണ്. റയൽ മാഡ്രിഡിനായി ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി കിലിയൻ എംബാപ്പെ മാറി എന്ന വാർത്തയും സ്പോർട്സ് പേജിൽ നൽകിയിരിക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് വിൻഡീസ് ടെസ്റ്റ് പരമ്പരയിൽ കോൺവേക്കും ലാത്തനും വീണ്ടും സെഞ്ചുറി, 2 ഇന്നിങ്സിലും അവർ സെഞ്ചുറി നേടി. കോൺവേ ആണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ ഡബിൾ സെഞ്ചുറിയാണ് നേടിയത്. അങ്ങനെ ഒരു ഇന്നിങ്സിൽ 327 റൺസാണ് മൊത്തം അദ്ദേഹം നേടിയത്. ആദ്യത്തെ കളിയിൽ 227-ഉം രണ്ടാമത്തെ ഇന്നിങ്സിൽ 100 റൺസുമാണ് അദ്ദേഹം നേടിയത്. അങ്ങനെ ഒരു ചരിത്രം കൂടി അദ്ദേഹം സൃഷ്ടിക്കേണ്ട. ഇത്രയും വാർത്തകളാണ് പ്രധാനമായും ഇന്നലത്തെ പത്രങ്ങളിലുണ്ട്. ഇനിയും വാർത്തകളുണ്ട്. കേരളയിലെ BJP സെനറ്റ് സിൻഡിക്കേറ്റ് അംഗം അയോഗ്യനാകുന്നു. അദ്ദേഹത്തിന് നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വേണ്ട യോഗ്യത അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നത് തുടങ്ങി. അതുപോലെ മൂന്നാർ -1 എത്തിയിരിക്കുന്നു. മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന മൂന്നാറിൻ്റെ ചിത്രമെല്ലാം ചേർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ മൂന്നാർ എന്നുള്ള ചിത്രം. അതുപോലെ തന്നെ പാർട്ടികൾക്ക് കിട്ടുന്ന ഫണ്ടിൽ ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയത് BJPക്കാണ്. 3112 കോടി BJP കിട്ടി. കോൺഗ്രസിന് കിട്ടിയത് 299 കോടിയാണ്. തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ പത്രങ്ങളിലുണ്ട്. സമയപരിധി മൂലം ഇന്നത്തെ ദി പ്രസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.